ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നല്ല സൂപ്പർ അയില കിട്ടിയിട്ടുണ്ട്. ദേവേട്ടൻ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, പോയി നോക്കാം. അപ്പോൾ ഇതാണ് അയില. ഇവിടെ വൈകുന്നേരം നല്ല മീൻ കിട്ടും കേട്ടോ. ആദ്യമൊക്കെ കിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ പന്നിയക്കവലയിൽ നല്ല അടിപൊളി മീൻ കിട്ടും വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ മുമ്പ് വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ വീട് കോഴിക്കോടാണ്, ബേപ്പൂരാണ്. അപ്പോൾ അറിയാമല്ലോ, അവിടെ നല്ല അടിപൊളി മീനൊക്കെ കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അവിടെ കിട്ടും. ഇതിപ്പോൾ നല്ല അടിപൊളി ഏലിയാണ് കേട്ടോ, കണ്ടാൽ തന്നെ അറിയാം. അല്ലാതെ രാവിലെ ഒക്കെ ഇവിടെ കിട്ടുന്ന മീനാണെങ്കിൽ കുറച്ച് ചീഞ്ഞ പോലത്തെ മീനൊക്കെ ആവും കിട്ടുക. പക്ഷേ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്, നല്ല സൂപ്പർ മീനാണ്. അപ്പോൾ എനിക്കൊരു വാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കവറൊക്കെ മാറ്റി വേഗം തന്നെ അയില പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചുണ്ട്. നല്ല അടിപൊളി അയിലയാണ് കേട്ടോ, കണ്ടാൽ തന്നെ അറിയാം. നല്ല സൂപ്പറായിട്ടുള്ള അയിലയാണ്, നല്ല ഫ്രഷാണ്. അപ്പോൾ ഇനി ഇതൊക്കെ വേഗം മുറിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മുറിച്ചെടുത്ത്, കുഞ്ഞയില ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റിയവൊക്കെ മുറിച്ചെടുത്ത് ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി വെക്കാനുള്ളതൊക്കെ എടുത്തൊരു പാത്രത്തിലെടുത്ത് മൂടി വെക്കുകയാണ്. ഇപ്പോൾ ഒരു 6-7 എണ്ണം ഞാൻ വറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അത്രേ വേണ്ടോ, അത് നാളെ രാവിലെ വരെ എത്തും. അപ്പോൾ ഇത് നാളെ കറി വെക്കാമെന്ന് വെച്ചു. ബാക്കി വറക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ ഒന്നുകൂടെ കഴുകിയെടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പ് മുളക് ഒക്കെ ഇട്ട് റെഡി ആക്കണം. അപ്പോൾ ആദ്യം ഞാൻ വരഞ്ഞു കൊടുക്കട്ടെ. വരഞ്ഞു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കുമല്ലോ, ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. ഞാൻ കുറേശ്ശെ വരിയാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം നല്ല ടേസ്റ്റ് ഉള്ള, അതായത് കണ്ണൂർ വന്നതിൻ്റെ ശേഷം കുറച്ച് ടേസ്റ്റുള്ള നല്ല അടിപൊളി മീൻ കിട്ടുന്നത് ഇവിടെ പന്നിയക്കവലയിൽ മീൻ കൊണ്ടുവെക്കാൻ തുടങ്ങിയ പിന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റ് അത്ര ഇല്ലാത്ത മീനൊക്കെയാണ് കിട്ടുക, എന്തോ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് അവിടുന്ന് കോഴിക്കോട് നല്ല ഫ്രഷ് മീൻ കൂട്ടി ഇവിടെ വന്ന് അത് കൂട്ടുന്ന സമയത്ത് തീരെ കൂട്ടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ ഓക്കെ, നല്ല മീനാണ്, അവിടെ കിട്ടുന്ന പോലത്തെ മീനാണ് ഇത്, അവർ നേരിട്ട് എടുക്കുന്ന തോന്നുന്നു. അപ്പോൾ അവിടെ കിട്ടുന്ന പോലത്തെ മീൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഹാപ്പിയാണ്. ആ സമയമാകുമ്പം കുറച്ച് മീൻ വാങ്ങിയിട്ട് 2 ദിവസത്തേക്കൊക്കെ മീനാക്കി അടിപൊളിയാക്കും. ഇപ്പോൾ ഞാനിത് ഉപ്പും മുളകൊക്കെ ഇട്ട് നല്ല കുഴച്ച് റെഡിയാക്കുന്നുണ്ട്. കുറച്ച് നേരം വെക്കണം കേട്ടോ, ഉപ്പും മുളകൊക്കെ തേച്ച്. ഞാനിപ്പം മൂക്കും കൂടെ വറുക്കുന്നതുകൊണ്ട് മഞ്ഞളും മുളകും കുറച്ച് മുളക് പൊടി ഇടുള്ളൂ, ഉപ്പും കൂടെ മാത്രമേ ഇടുള്ളൂ. മസാല അത്ര ഇടയിലില്ല, വേറെ മസാലയൊന്നും ഇടില്ല. ചില സമയത്ത് ഉള്ളി, പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, അപ്പോൾ അത്രയും ഇട്ടിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചൊതുക്കി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. പക്ഷേ ഇന്നിപ്പം അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് മുളകും മഞ്ഞളും ഉപ്പും മാത്രം ആക്കിയിട്ട് വറക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഓരോന്നായിട്ട് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ മുളകൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ദേവേട്ടന് അങ്ങനെ എരിവ് ഇഷ്ടമല്ല, മൂക്കും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് മഞ്ഞളും ഉപ്പും പിന്നെ പേരിന് മാത്രമാണ് ഇത്തിരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കളറ് ഇത്തിരി കുറവുള്ളത്, എന്നാലും വറക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കളറുണ്ടാവും. അപ്പോൾ ഓരോന്നായിട്ട് മെല്ലനെ മുളകൊക്കെ തേച്ച് റെഡിയാക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വറക്കണം. അപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ ഇത് റെഡി ആവാൻ വേണ്ടി വെച്ചു. അപ്പോൾ എന്നാലേ പിടിച്ചാലൊന്ന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉപ്പും മുളകൊക്കെ ഒന്ന് നന്നായിട്ട് മീനിൽ പിടിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ അങ്ങോട്ട്. സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിടിച്ച് മുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചട്ടി റെഡിയാക്കി ഇനി ചട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഇടണം. വെളിച്ചെണ്ണയാണ്, പിന്നെ ഓയിലൊന്നും ഉപയോഗിക്കലില്ല. വെളിച്ചെണ്ണയാണ്, മില്ലിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ തന്നെയാണ് വറക്കുക. അപ്പോൾ ആദ്യം ഒരു 4 എണ്ണം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. 4 എണ്ണം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിളയ്ക്കുന്ന വെളിച്ചെണ്ണയാണ്, കാണുന്നുണ്ടല്ലോ തിള ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ബാക്കിയൊരു 3 എണ്ണം കൂടെ ഉണ്ട്. ഇനി ഇത് സെറ്റായിട്ട് നോക്കാം.
അത് ഏകദേശം ഇതിങ്ങനെ വെളിച്ചെണ്ണ തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയായി. മറിച്ചിട്ട് കൊടുത്തു. മറിച്ചിട്ട് ആ 4 ഞാൻ വാങ്ങി വെച്ചു കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള 3 കൂടി എടുത്ത് വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും മറിച്ചിട്ടു. ഇപ്പം ഞാൻ കുറച്ച് ഉള്ളി വറുത്തെടുക്കുകയാണ് കേട്ടോ. ഈ ഉള്ളി വെച്ചാൽ മീൻ വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് ഉള്ളി ഇങ്ങനെ റൗണ്ടാക്കി വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആവും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളും മീൻ വറുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണ്ടോ. അത് തന്നെ ഒരു ഉള്ളി, അതിൻ്റെ ബാക്കിയുള്ള എണ്ണയിൽ ഒരു ഉള്ളി വറുത്തെടുത്ത് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ആ എണ്ണയിൽ തന്നെ. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ വെച്ചാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ചട്ടിയുടെ ആ ചൂടുണ്ടാവും. ആ ചൂടിൽ ഉള്ളി നന്നായിട്ട് വാടി വരും. ഇനിയിപ്പോൾ ആ വറുത്ത് വെച്ച മീനൊക്കെ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, പിന്നെ മീനൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മീനും എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചു. ഓക്കെ, ഇനി ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.